Hi everyone, welcome back to a new lesson. My name is Binu and you are watching me on BMC English. Today in this session we are going to learn how to make positive sentences in simple past. Since we spent considerable time in the past, we should know how to express it. അതിനു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പ്രധാനമായിട്ടും പഠിച്ചിരുന്നത് പ്രസൻറ്റ് ടെൻസ് ആയിരുന്നു. അതിൽ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഈ പാഠഭാഗത്ത് നാം പ്രധാനമായിട്ടും പഠിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അതിൽ ആദ്യമായിട്ട് പരിശീലിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് അതിൻ്റെ സ്ട്രക്ചറാണ്. എന്താണത്? സബ്ജക്റ്റ് പ്ലസ് V2, അതുപോലെ ടൈം, ആഡ്വർബ് ഓഫ് ടൈം. ഓക്കെ, ഇനി ദ സിമ്പിൾ പാസ്റ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. അതായത് ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു, അല്ലെ, നടന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, it is commonly used with the time expressions referring to the past. നമ്മളിങ്ങനെയൊക്കെ പറയാറില്ലേ, അവൻ കഴിഞ്ഞ ആഴ്ച ഒരു കാറ് വാങ്ങിച്ചു, അവൾ ഇന്നലെ വന്നു, അല്ലേ എന്നൊക്കെ. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ടൈം. അതായത് നമുക്കൊന്ന് പരിചയപ്പെടാം. ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, യെസ്റ്റർഡേ, a few days ago, in 2008, 2 weeks ago എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം വളരെ വ്യക്തമായിട്ട് നമുക്ക് എക്സാമ്പിളിലൂടെ പോകുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാകും. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണത്? റെഗുലർ വേർബ്സ് ആൻഡ് ഇറഗുലർ വേർബ്സ്. റെഗുലർ വേർബ്സ് ആൻഡ് ഇറഗുലർ വേർബ്സ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വേർബ് 1, അല്ലേ, വേർബ് 2, വേർബ് 3, വേർബ് 4 എന്ന രീതിയിൽ പഠിച്ചിരുന്നു. ഓർക്കുന്നില്ലേ? V1, V2, V3, V4, V5 എന്ന്. ഓക്കെ, അവയൊന്നുകൂടി ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഇവിടെ റെഗുലർ വേർബ്സ് എന്ന് പറയുമ്പോൾ വേർബ്സ് ആൻഡ് ഇറഗുലർ verbs. Okay, റെഗുലർ വേർബ്സ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതിൻ്റെ കൂടെ വേർബിൻ്റെ കൂടെ ഡി അല്ലെങ്കിൽ ED, അതല്ലെങ്കിൽ IED ചേർത്താൽ മതി. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഞാനിങ്ങനെ എഴുതുകയാണ്, ഡാൻസ്. ഇത് V1 ആണ്, അല്ലേ. ഇതിൻ്റെ കൂടെ നമ്മൾ ഡി ചേർക്കുന്നു. ആ ഡി ചേർക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ ഓൾറെഡി ഉണ്ട്, അപ്പോൾ പിന്നീട് നമുക്ക് ED ചേർക്കാൻ പറ്റില്ല, അല്ലേ. അപ്പം ഡാൻസ് ഇതെന്തായി മാറി? V2 അഥവാ പാസ്റ്റ് ഫോമായി. ദ നെക്സ്റ്റ് വൺ കിൽ. ഇതിൻ്റെ കൂടെ നമ്മൾ ED ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? പാസ്റ്റ് ഫോമായി. അപ്പോൾ ഓക്കെ, V2. ദ നെക്സ്റ്റ് വൺ സ്റ്റഡി. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് DED എന്നിവ ചേർത്താൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? IED ചേർക്കണം. നോക്കൂ, എന്തായി മാറും? സ്റ്റഡി എന്നുള്ളത് നമ്മളിങ്ങനെ എഴുതുകയാണ്, സ്റ്റഡീഡ്. ഓക്കെ, അപ്പോൾ ഇത് V2 പാസ്റ്റ് ഫോമായി കിട്ടി. എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ IED ചേർക്കാൻ കാരണം? കാരണം ഇവിടെ Y എന്ന് പറയുന്നത് ഒരു കോൺസണന്റ് സൗണ്ടാണ്. കോൺസണന്റ് സൗണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? വൈക്ക് പകരം I ഉപയോഗിക്കുന്നു, അതിനുശേഷം ED ചേർക്കുന്നു. ഓക്കെ, എന്നാൽ ചില വേർബിൻ്റെ കൂടെ, ഉദാഹരണത്തിന് ഞാനിങ്ങനെ എഴുതുകയാണ്, പ്ലേ. ഇവിടെ നമ്മൾ IED ചേർക്കാൻ കഴിയില്ല, അല്ലേ. ഇവിടെയും Y തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെയാണ് വേർബ് 2 ഉണ്ടാക്കുന്നത്? PLAYED ആണ് ചേർക്കുന്നത്, പ്ലേഡ്. ഇവിടെ പാസ്റ്റ് ഫോമായി. കാരണം ഇത് വവൽ സൗണ്ടാണ്. വവൽ സൗണ്ട് വരുമ്പോൾ നമുക്ക് ED ചേർക്കാം, കൺസണന്റ് സൗണ്ട് വരുമ്പോൾ IED ചേർക്കുക. ഇതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. അപ്പം റെഗുലർ വേർബ്സ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എന്നാൽ ഇറഗുലർ വേർബ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടതുണ്ട്, പരിശീലിക്കേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ അതൊക്കെ ബൈ ഹാർട്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും.
ഓക്കെ, നോക്കാം. ബേസ് ഫോം. ഇപ്പം ഞാൻ V1 എഴുതുകയാണ്, ഗോ. ഓക്കെ, ഇത് രണ്ടാമത്തെ രൂപം V2 ആകുമ്പോഴേക്ക് എന്തായി? വെൻഡ്. ഓക്കെ, ഗോ പോവുക, ബേസ് ഫോം അല്ലേ. ഇത് രൂപമാറ്റം വന്ന് പാസ്റ്റ് ആകുമ്പോൾ വെൻഡ് പോയി. ദെൻ ഈറ്റ് തിന്നുക, എയ്റ്റ് തിന്നു. ഓക്കെ, റൈറ്റ് എഴുതുക, റോട്ട് എഴുതി. ഓക്കെ, ദെൻ കം വരിക, കെയിം വന്നു. ഓക്കെ, സ്ലീപ്പ് ഉറങ്ങുക, സ്ലെപ്റ്റ് ഉറങ്ങി. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ രണ്ടാമത്തെ രൂപമാണ് സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അല്ലേ? ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇറഗുലർ വേർബ്സിൻ്റെ കൂടെ നമുക്ക് DED IED ഒന്നും ചേർക്കാൻ പറ്റില്ല. അതിങ്ങനെ തന്നെ പഠിക്കുക, പരിശീലിക്കുക. ഇനി ധാരാളം സെൻറ്റൻസുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പം സിമ്പിൾ പാസ്റ്റ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ലെറ്റ് മീ റൈറ്റ് ദി എക്സാമ്പിൾസ്. ഇങ്ങനെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാകും. ഓക്കെ, സോ ലെറ്റ് മീ റൈറ്റ് ദ ഫസ്റ്റ് വൺ. I went to the exhibition. I went to the exhibition last month. കഴിഞ്ഞ മാസം ഞാനൊരു എക്സിബിഷന് പോയി. ഇവിടെ വെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗോ എന്ന് പറയുന്ന വേർബിൻ്റെ രണ്ടാമത്തെ രൂപം അല്ലേ, പാസ്റ്റ് ഫോം. ദെൻ ഹീ came here yesterday. അവൻ ഇന്നലെ ഇവിടെ വന്നു. കം എന്ന് പറയുന്ന വേർബിൻ്റെ രണ്ടാമത്തെ രൂപം came. ഓക്കെ, ദെൻ he went to Mysore last week. കഴിഞ്ഞ ആഴ്ച അവൻ മൈസൂരിലേക്ക് പോയി. Okay, go, went. The next one, he washed his car 2 days ago. 2 ദിവസം മുമ്പ് അവൻ അവൻ്റെ കാറ് വാഷ് ചെയ്തു. Okay, the next one, they played chess yesterday. ഇന്നലെ അവർ ചെസ് കളിച്ചു. നോക്കൂ, എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് V2 ആണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഏത് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് V2 ഉപയോഗിക്കാം. ഓക്കെ, I, you, they, we, he ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് V2 ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. അപ്പം ലെറ്റ് മീ ജസ്റ്റ് റബ് ഇറ്റ് ഓഫ്. The next one, Devi bought a camera. Devi bought a camera last month. കഴിഞ്ഞ മാസം രവി ഒരു ക്യാമറ വാങ്ങിച്ചു. അല്ലെ, ബൈ എന്ന് പറയുന്ന വേർബിൻ്റെ രണ്ടാമത്തെ രൂപം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, he passed the examination. He passed the examination in 2018. 2018 അവൻ എക്സാം പാസ്സായി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, he left the school. He left the school in 2019. 2019 അവൻ സ്കൂളിൽ നിന്ന് പോയി. അല്ലേ?
leave, left, V2. The next one, she missed the class yesterday. ഇന്നലെ അവൾക്ക് ക്ലാസ് മിസ്സായി. ഓക്കെ, വേർബ് ടു. ഇങ്ങനെ ഈ രീതിയിൽ സിമ്പിൾ പാസ്റ്റ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ധാരാളം സെൻറ്റൻസുകൾ കണ്ടെത്തുക, വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. I hope that this class is very useful for you. If you like it, please do not forget to subscribe and share the link. I'll be back soon with another lesson. Till then, bye.